നമസ്കാരം. വിശദമായ വാർത്തകൾക്ക് മുൻപ് ആദ്യം നോക്കാം തലക്കെട്ടുകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്ക് വേഗം കൂടുന്നു. പ്രചരണത്തിന് തുടക്കം കുറിച്ച് തൃശൂരിൽ കോൺഗ്രസിന്റെ മഹാജനസഭ. സ്ഥാനാർത്ഥി നിർണയത്തിന് 4 അംഗ ഉപസമിതി. CPI സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടികയായി. സംസ്ഥാന ബജറ്റ് നാളെ. വിഭവസമാഹരണത്തിന് കൂടുതൽ നടപടികൾ ഉണ്ടായേക്കും. ധനപ്രതിസന്ധിയിൽ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തി കേന്ദ്രം. കേരളത്തിൻ്റേത് മോശം ധനമാനേജ്മെന്റ് എന്ന സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം. സച്ചിദാനന്ദനെ വെല്ലുവിളിച്ച് ശ്രീകുമാരൻ തമ്പി. തന്റെ കവിതയ്ക്ക് യോഗ്യത കൽപ്പിക്കാൻ സച്ചിദാനന്ദൻ ആര്? കേരള ഗാനം ഇനി അക്കാദമിക്ക് നൽകില്ല. സച്ചിദാനന്ദൻ പ്രസിഡന്റ് ആയിരിക്കുന്നിടത്തോളം അക്കാദമി അവാർഡ് സ്വീകരിക്കില്ലെന്നും ശ്രീകുമാരൻ തമ്പി കേരള വിഷൻ ന്യൂസിനോട്. 10ാമത്തെ വയസ്സ് കവിത എഴുതി തുടങ്ങാനാണ് ഞാൻ. 25ാമത്തെ വയസ്സ് സിനിമയ്ക്ക് പാട്ട് എഴുതുവാനാണ്. അന്ന് ഞാൻ എഴുത്തത് ആരോടെന്നറിയോ? പി ഭാസ്കരോടും വയലാനോടും. പി ഭാസ്കരോടും വയലാനോടും മത്സരിച്ച് നിലനിന്ന ഞാൻ. എനിക്ക് സച്ചിദാനന്ദൻ ആര്? പമ്പാ നദിയിൽ ഒരു കുടുംബത്തിലെ 3 പേർ മുങ്ങി മരിച്ചു. ദാരുണ സംഭവം റാന്നി ചന്തക്കടവിൽ. ഒഴുക്കിൽപ്പെട്ടത് നദിയിൽ കുളിക്കുന്നതിനിടെ. കോട്ടയത്ത് ബൈക്ക് അപകടത്തിൽ 2 മരണം. ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കൾ നാടിന്റെ സമാധാനം കെടുത്തുന്നുവെന്ന് മുഖ്യമന്ത്രി. എല്ലാവരുടെയും പിന്തുണയോടെ സഭാപ്രശ്നം പരിഹരിക്കാനാകുമെന്ന് പിണറായി വിജയൻ. ശ്രേഷ്ഠഭാവയുടെ പൗരോഹിത്യ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് സമാപനം. വിശാഖപട്ടണം ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെ എറിഞ്ഞിടാൻ ഇന്ത്യ. സന്ദർശകർക്ക് ജയിക്കാൻ വേണ്ടത് 332 റൺസ്. 3ാം ദിനം കളി നിർത്തുമ്പോൾ ഇംഗ്ലണ്ട് 1 വിക്കറ്റ് നഷ്ടത്തിൽ 67 റൺസ് എന്ന നിലയിൽ. വാർത്തകളിലേക്ക് വിശദമായി. 10,000ങ്ങളെ അണിനിരത്തി തൃശൂരിൽ നടത്തിയ മഹാജനസഭയോടെ